വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രീമി ചിക്കൻ സ്പെഗറ്റി ആണ്. ഒരു തവണ ഇതേപോലെ ചിക്കൻ സ്പെഗറ്റി വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് സ്പെഗറ്റി ഒന്ന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. ഇതൊന്ന് സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ കാശ്മീരി ചില്ലി പൗഡറും നാരങ്ങ നീരും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതൊന്ന് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഉള്ളി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഇടുമ്പോൾ ചെറുതായിട്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഉള്ളി ഇട്ട് അതിനുശേഷം 10-12 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറഗാനോവും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതും കൂടി ചേർത്ത് തക്കാളിയുടെ ആ ഒരു റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഇനി നമുക്ക് പാസ്തയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ചിക്കനിലേക്ക് ഈ ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്പെഗറ്റി ഒന്നിങ്ങനെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഓവർ കുക്കായി പോകും. നല്ല വലിപ്പമുള്ള പാത്രത്തിൽ വെച്ച് സ്പെഗറ്റി ബോയിൽ ചെയ്യാൻ നോക്കണം. ഞാനൊരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടായതുകൊണ്ട് സ്പെഗറ്റി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഒർഗാനോവും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മോസറല്ല ചീസ് ആയാലും ഇനിയിപ്പം സാധാ ചീസ് സ്ലൈസ് ആയാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക, ഒരു 5 മിനിറ്റ്സ് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ സ്പെഗറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്ത വെച്ചിട്ടും ഇതേ റെസിപ്പി ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്പെഗറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഈ ക്രീമൊക്കെ വെച്ചിട്ട്. ഇത് പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും നമുക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.